ഹായ്, നമ്മുടെ 120ൻ്റെ ഓഫർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ വരെ നമുക്ക് ആ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കും കേട്ടോ. വിഷു ആയതുകൊണ്ടാണ് 120 റുപ്പീസിന് റോസുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതിൽ കുറച്ച് റോസുകൾ നമ്മൾ സെയിലിനില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിഡ് നൈറ്റ് ബ്ലൂ അങ്ങനെ വരുന്ന കുറച്ച് റോസസ് നമുക്ക് 120 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ബാക്കിയൊക്കെ വരുന്ന റോസുകൾ 120 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത്. അടിപൊളി ഓഫറാണ്. വിഷു ആയതുകൊണ്ട് വിഷു ധമാക്ക ഓഫറായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. സാധാരണ റോസിൻ്റെ റേറ്റുകളൊക്കെ നമുക്ക് 150 ടു 200 230 വരെയാണ് വരുന്നത്, ക്രീപ്പർ റോസുകളെല്ലാം ഉൾപ്പെടെ. പക്ഷേ ഈ ഒരു ഓഫർ പ്രകാരം നമുക്ക് റോസിന് 120 റുപ്പീസാണ് ആവുന്നത്. ചില ക്രീപ്പേഴ്സിന് 200 വരുന്ന ക്രീപ്പേഴ്സ് എല്ലാം 170 റുപ്പീസിനായിരിക്കും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കാറ്റലോഗിലുള്ള പ്രൈസ് ആയിരിക്കില്ല, വളരെ കുറച്ചുകൂടെ റേറ്റ് കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ക്രീപ്പേഴ്സൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ക്രീപ്പറാണ് കേട്ടോ. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളറും വൈറ്റ് ലൈൻസ് വരുന്നതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂ ആണ്. ഇതാണ് മിഡ് നൈറ്റ് ബ്ലൂ റോസ് എന്ന് പറയുന്നത്. വയലറ്റ് ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത്. നിറയെ പൂക്കളുണ്ടാവും. അത് മാത്രമല്ല, നാളെ വിഷു ആയിട്ട് നമുക്കൊരു ഗീവ് അവേ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാളെ ഗീവ് അവേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വിന്നർ ആവാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെയുള്ളത് വൈറ്റ് ക്രീപ്പറാണ് കേട്ടോ. ഇത് ക്ലൗഡ് 10 എന്ന് പറയുന്നൊരു വെറൈറ്റി വൈറ്റ് ക്രീപ്പറാണ്. നമ്മുടെ നോർമൽ വൈറ്റ് ക്രീപ്പർ അല്ല കേട്ടോ. നോർമൽ വൈറ്റ് ക്രീപ്പറിന് ഇത്ര ഇതളുകളൊന്നുമില്ല. പക്ഷേ ഈ ഒരു വൈറ്റ് ക്രീപ്പറിനകത്ത് നിറയെ ഇതളുകൾ വരുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ്. സാധാരണ നമ്മൾ കാണുന്ന വൈറ്റ് ക്രീപ്പർ പോലെയല്ല ഇതിൻ്റെ പൂക്കൾ. നാടനാണ് കേട്ടോ വരുന്നത്. നാടൻ തന്നെയാണ്. നമ്മുടെ കമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെയുള്ളത് 7 ഡേയ്സ് റോസാണ്. 7 ദിവസം വാടാതെ കൊഴിയാതെ നിൽക്കുന്ന 7 ഡേയ്സ് റോസാണ് അടുത്തതായിട്ട് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ തന്നെയാണ് 7 ഡേയ്സ് റോസിൻ്റെ ഉള്ളത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസാണ്. ഇതാണ് കമ്മൽ റോസ് എന്ന് പറയുന്നത്. വൈറ്റ് കളറാണ് കേട്ടോ പൂക്കൾ വരുന്നത്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. നിറയെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും എന്നതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഓൺ റൂട്ടഡ് ആണ്. കാണാനായിട്ട് നമ്മുടെ കുഞ്ഞ് കമ്മൽ പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കമ്മൽ റോസ്, പേർഷ്യൻ വൈറ്റ്, മുല്ലപ്പൂ റോസ് എന്നൊക്കെ പേരുണ്ട്. അടുത്തതായിട്ട് അഹല്യ റോസാണ്. സമ്മർ സ്നോ റോസ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതിൽ വൈറ്റ് ഷെയ്ഡാണ് സമ്മർ സ്നോ റോസ്. അഹല്യ എന്ന് പറയുമ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പിനാക്കിയ റോസാണ്. തീരെ കുഞ്ഞു പൂക്കളല്ല, എന്നാൽ ഭയങ്കര വലിപ്പമുള്ള പൂക്കളല്ല, ഒരു മീഡിയം സൈസിലുള്ള റെഡ് കളർ പൂക്കളാണ് വരുന്നത്. വന്നിട്ട് വിട്ടോ കേട്ടോ, പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്കും റെഡ് പിനാക്കിയ എന്നാണ് കേട്ടോ നല്ലൊരു റോസ് വെറൈറ്റി തന്നെയാണ്. സാധാരണ അധികം കെയറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും നല്ലതുപോലെ പൂക്കളുണ്ടാവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. പിന്നെയുള്ളത് കൊത്തുമഞ്ഞയാണ്. കൊത്തുമഞ്ഞ യെല്ലോ ഷെയ്ഡാണ്. നമ്മുടെ കളർ അധികം അങ്ങനെ സാധാരണ യെല്ലോ വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും. പക്ഷേ ഈ ഒരു പ്ലാന്റിന് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡ് തന്നെയായിരിക്കും പൂക്കൾ ഉണ്ടാവുക. പിന്നെയുള്ള റോസ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ റോസാണ്. ഇതാണ് ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നത്. നിറയെ പൂക്കളുണ്ടാവും. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ. നന്നായിട്ട് ഫ്ലവറിങ് ആവും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി. അത് മാത്രമല്ല, ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ബട്ടർഫ്ലൈ റോസ് എന്നാണ് വരുന്നത്. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് എലിസബത്ത് റോസാണ്. നന്നായിട്ട് ഫ്ലവറിങ് ആവുന്ന ഒരു റോസ് വെറൈറ്റിയാണ് എലിസബത്ത് എന്ന് പറയുന്നത്. പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ. എല്ലാം നിറയെ പൂക്കളുണ്ടാവും. അടുത്തതായിട്ടുള്ളത് റൂബി ഓറഞ്ചാണ്. ഓറഞ്ച് വൈറ്റ് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക. നല്ലൊരു വെറൈറ്റിയാണ്. നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ റൂബി ഓറഞ്ചിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. അടുത്തതായിട്ട് മജോറെ ഫെയർ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. സിംഗിൾ പെറ്റിലാണ്. നിറയെ ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. മജന്ത ബട്ടർഫ്ലൈ എന്നും പറയാറുണ്ട്. മജോറെ ഫെയർ എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു റോസ് വെറൈറ്റി കൂടെയാണ് കേട്ടോ. ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. ഒരു മജന്ത വൈറ്റ് കോമ്പിനേഷനിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്.
മെജോറോ ഫെയർ എന്നാണ് കേട്ടോ ഐഡിയ ഉള്ളത്. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് റോസാണ്. ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ളൊരു റോസ് വെറൈറ്റിയാണ്. അകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡേവിഡ് ഓസ്റ്റൻ റോസ് ആണെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇതൊരു DA വെറൈറ്റി അല്ല, നല്ലൊരു വെറൈറ്റിയാണ്. ആപ്രിക്കോട്ട് റോസാണ്. നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത്. ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡിലോട്ടാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക.